നമ്മളിത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല നിറച്ച മുളകിൻ്റെ ഒരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 250 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊന്ന് നനവൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും മസാലയൊക്കെ നമുക്ക് അതുപോലുള്ളതാണ് ഇതിൽ നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ പാനിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഫ്രൈ പാൻ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നോൺ സ്റ്റിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനായിട്ട്. ഇതിൻ്റെ വില 2,999 ആണ്. അപ്പോൾ ഇത് വേണ്ടുന്നവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ നിന്ന് ലിങ്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ വെളുത്ത എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകമാണ്, ഫെനൽ സീഡ്, അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതൊന്ന് തണുത്ത് വരട്ടെ. നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് കടലമാവാണ്. കടലമാവ് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ തീ അങ്ങ് നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ചെറിയ തീയിൽ വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കടലമാവെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതങ്ങ് നമുക്ക് റോസ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ അതൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഒരു നല്ല മണമൊക്കെ വരും. മണവും വരും. ആ നിറമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കത് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സിസം സീഡും പീനട്ടൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത കടലമാവിനിലേക്ക് നമുക്ക് അതും ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്, ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 മുറി നാരങ്ങയുടെ നീരും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. ഇപ്പം അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും. അപ്പോഴാവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണെങ്ങാനും വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. നമുക്കിതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. ഒത്തിരിയെങ്കിലും ലൂസായി പോകരുത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീഫും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ആ മുളക് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതങ്ങ് രണ്ടായിട്ടങ്ങ് എടുക്കണ്ട, അല്ലാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഉള്ളിൽ നമുക്കത് മസാല നിറച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും സീഡില്ല. ഒരുപാട് സീഡുള്ള മുളകാണെങ്കിൽ നമുക്കതിൻ്റെ സീഡ് എടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ എടുത്ത് കളയാനായിട്ട് സീഡൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മുളകിന്ന് സീഡൊന്നും എടുത്ത് കളയുന്നില്ല. അപ്പോൾ ഞാൻ മുളക് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ മുളകിൻ്റെ വലിപ്പം അനുസരിച്ച് മസാല കൂടുതലോ കുറവോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് മസാല നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മസാല ഇപ്പം ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മുളകിലും എല്ലാം മസാല നിറച്ച് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. തേപ്പില, അങ്ങനെ പൊറോട്ട, നമ്മൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ട, ചപ്പാത്തി, ചോറ്, ഡാലും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ല ഒരു ഡിഷാണ്. എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കും. ഇപ്പം നമ്മൾ മസാല എല്ലാം നിറച്ചിട്ടുണ്ട്. നമ്മളെടുത്ത മസാല എല്ലാം വളരെ കറക്റ്റായിരുന്നു. ഇനി അത്രയും മസാല പാത്രത്തിലുള്ളതെല്ലാം അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അതിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തവയിലേക്ക് തന്നെ
ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പം ഗ്യാസ് അങ്ങ് സിമ്മിൽ വെച്ചിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ മസാലയൊന്നും മൂക്കാതെ ഈ മുളക് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് മുളക് ഓരോന്നും പറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഒന്ന് തിരിച്ചിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. ആ മസാലയൊക്കെ നല്ല മൂത്ത് വരണം. അപ്പോൾ നല്ല മണമാണ്. ഇപ്പം നമ്മൾ ആ മസാലയിൽ തന്നെ എന്തെല്ലാം സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു മണമാണ്. ഒരു വെറൈറ്റി മസാലയാണ്. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റുമാണ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മുളക് നമ്മൾ വെജിറ്റബിൾ കടകളിലൊക്കെ എപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. മഴക്കാലവും തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് മുളക് കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പം എന്നാൽ ഞാനിതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ആ ഡിഷിലിരുന്ന ബാക്കി വന്ന ആ മാവിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്. വളരെ സിമ്മിലാണ് ഞാനിപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് സർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് മുളക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റഫ്ഡ് ചില്ലി. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, വളരെ കളർഫുള്ളുമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.